കാക്കനാട്ടെ ഫ്ളാറ്റിൽ രണ്ടാഴ്ചക്കിടെ 441 പേർക്കാണ് ജലജന്യ രോഗലക്ഷണങ്ങൾ കണ്ടത്. നിലവിൽ 5 പേരാണ് ചികിത്സയിലുള്ളത്. അതേസമയം വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധനാ ഫലം നാളെയോടെ ലഭ്യമായേക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്ന് താൽക്കാലികമായി മെഡിക്കൽ സംഘത്തെ നിയോഗിക്കും. വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ് ജോസഫ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് അവിടെ ഈ രോഗബാധയെ തുടർന്ന് നടത്തിയിട്ടുള്ളത്? ഇനി ഈ സാമ്പിൾ ഫലം വരുന്നതോടുകൂടി മറ്റെന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും ഇവർ നടപടിയെടുക്കുക? കാക്കനാട് ഫ്ളാറ്റിലെ ജലജന്യ രോഗങ്ങളിലെ പശ്ചാത്തലത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസും തൃക്കാക്കര നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ഫുഡ് സേഫ്റ്റി വിഭാഗവും ഒക്കെ ചേർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഈ ഫ്ളാറ്റിലെ 441 പേർക്ക് രോഗബാധയുണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ 5 പേരാണ് ഇനിയും ചികിത്സയിലുള്ളത്. അതേസമയം നിലവിലെ സാഹചര്യങ്ങളിലെ പശ്ചാത്തലത്തിൽ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഒരു ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടുന്ന ഒരു സമിതിയെ ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുമുണ്ട്. ആർക്കെങ്കിലും പെട്ടെന്ന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുകയോ മറ്റോ ചെയ്താൽ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനും അടിയന്തര ചികിത്സ നൽകുന്നതിനും വേണ്ടിയാണ് ഇത്. അതേസമയം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവന്ന വെള്ളം എവിടെ നിന്നാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വാഹനങ്ങൾ വരുന്നതിൻ്റെ, അതായത് വെള്ള ടാങ്കറുകൾ വരുന്നതിനെയും മറ്റും ലോഗ് ബുക്ക് പരിശോധിക്കും. അതിനുശേഷം ഈ ജലസ്രോതസ്സുകൾ പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 5 ഇടങ്ങളിൽ നിന്നാണ് ഈ ഫ്ളാറ്റിലേക്ക് വെള്ളമെത്തുന്നത്. സ്വകാര്യ ഏജൻസികൾ വിതരണം ചെയ്യുന്ന വെള്ളം, കൂടാതെ വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നത് ബോർവെൽ വെള്ളം എന്നിങ്ങനെ 5 തരത്തിൽ വെള്ളം എത്തുന്നുണ്ട്. ഇത് ക്ലോറിനേഷൻ നടത്തിയാണ് പിന്നീട് വിവിധ ബ്ലോക്കുകളിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ രോഗബാധയുണ്ടായ ആളുകൾ താമസിക്കുന്ന ബ്ലോക്കുകളിൽ കഴിഞ്ഞ ആഴ്ച ഉപയോഗിച്ച വെള്ളം, അതായത് ആ വെള്ളം ഏത് സ്രോതസ്സിൽ നിന്നാണ് എടുത്തത് എന്നത് പരിശോധിച്ച് വിശദമായ പരിശോധനകൾക്കാണ് ഇപ്പോൾ DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നേരത്തെ പെരുമ്പാവൂരിനടുത്ത് വേങ്ങൂർ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്ത രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതും വെള്ളത്തിൽ നിന്നാണ് എന്നുള്ള കാര്യം പരിശോധനയിൽ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തും. മാത്രമല്ല ഈ ഫ്ളാറ്റിലെ വെള്ളം ക്ലോറിനേഷൻ നടത്തിയതിനു ശേഷം ക്ലോറിഫിക്കേഷൻ നടത്തി എത്രമാത്രം ക്ലോറിൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിൽ എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പലയിടങ്ങളിലും വെള്ളത്തിൽ അസിഡിറ്റി കൂടുതലായി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. നാളെ പരിശോധനാ ഫലം ലഭിച്ചു എങ്കിൽ മാത്രമേ കാക്കനാട് ഫ്ളാറ്റിലെ ജലജന്യ രോഗബാധകളുടെ കാരണം എന്താണ് എന്നത് വ്യക്തമാകൂ. ശരി പ്രദീപ് ജോസഫ്.